1 ഹെക്ടർ വരെയുള്ള പാറമടകൾക്ക് പാരിസ്ഥിതിക അനുമതി വേണ്ട എന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വന്നതോടെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിൽ മാത്രം തുറക്കുന്നത് 120 പാറമടകൾ. പത്തനംതിട്ട ജില്ലയിലാകമാനം അടച്ചിട്ടിരിക്കുന്ന 300-ലധികം പാറമടകളാവും വരും ദിവസങ്ങളിൽ തുറക്കുക. നീണ്ട നിയമപോരാട്ടങ്ങളുടെ പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പൂട്ടിച്ച പാറമടകളാണ് സംസ്ഥാന സർക്കാരിന്റെ ഒറ്റ തീരുമാനത്തിലൂടെ വീണ്ടും തുറക്കുക. റവന്യൂ മന്ത്രിയുടെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിൽ മാത്രം 300-ലധികം പാറമടകൾക്കാണ് സർക്കാർ തീരുമാനം ഗുണകരമാകുക. മന്ത്രിയുടെ മണ്ഡലമായ കോന്നിയിലെ കലഞ്ഞൂർ പഞ്ചായത്തിൽ മാത്രം 82 പാറമടകളാവും വീണ്ടും പ്രവർത്തനം ആരംഭിക്കുക. പശ്ചിമഘട്ട മലനിരകളിലെ വനത്തിനുള്ളിൽ പോലും പാറമടകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് പത്തനംതിട്ട. ഇവയിൽ പലതും പാരിസ്ഥിതിക അനുമതി ഇല്ലാത്തതിന്റെ പേരിലാണ് പൂട്ടിയിടേണ്ടി വന്നത്. പുതിയ മന്ത്രിസഭാ തീരുമാനം വന്നതോടെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയുള്ള പാറഖനനമാകും ജില്ലയിൽ നടക്കുക. ജനവാസ മേഖലകളിൽ ഉൾപ്പെടെയുള്ള ഈ പാറമടകൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത് വരും ദിവസങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ഇടയാക്കിയേക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരമൊരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടത് കോടികളുടെ അഴിമതി നടത്താനാണെന്ന ആക്ഷേപമാണ് പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിക്കുന്നത്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.